ഇപ്പൊ സെല്ലിന്റെ ഉള്ളിലേക്ക് കയറ്റുമോ? അങ്ങനെ സന്നിധാനത്തിലെത്തി. ഇതുകൊണ്ട് വലിച്ചേട്ടെ. വിഗ്രാന്ത തിരുവടികൾ എത്തിയ പുഷ്കര ജയിലിന് എന്റെ മരണത്തിനാക്കരുത്. പറഞ്ഞേക്കാം, കൊണ്ടുപോയി വലിച്ചിട്ടാ നോക്കണം. വെൽക്കം ടു സെൻട്രൽ ജയിൽ. നല്ല സ്ഥലത്തേക്കാ സ്വാഗതം. ഇയാള് നിന്ന നിപ്പില് സമാധിയായോ? മേ കമിൻ സാർ. വലതുകാലം വെച്ച് കയറാം. ഇവിടെയും ശ്രീകോവിലും മാത്രമേ ഞാൻ തല കുനിച്ച് കയറുള്ളൂ. ഭഗവാനെ കാക്കണേ. സ്വാമിക്ക് കാഷായത്തുള്ള കമ്പ് ഇതുവരെ മാറിയില്ലേ? പുറത്തുപോയാലും ഒപ്പിക്കുന്നുണ്ടോ? ഞാനിപ്പോ ഇതിന്റെ മോക്ഷത്തിന് വേണ്ടി, അല്ലാതെ മോഷണത്തിന് വേണ്ടിയല്ല. ഡ്രസ് മാറ്റി വേഗം ചെല്ലട്ടെ. ഓട്ടത്തിനും ചാട്ടത്തിനൊക്കെ പേരെടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ലോങ് ജമ്പിന് പേര് കൊടുത്തിട്ടുള്ളവർ എത്രയും പെട്ടെന്ന് അവരവരുടെ ചെസ് നമ്പർ വന്ന് വാങ്ങിക്കേണ്ടതാണ്. അടുത്തതായി പൂട്ടുകുത്തി തുറക്കൽ മത്സരമാണ്. മോഷണ കേസിൽ പ്രതിയായിട്ടുള്ളവർക്ക് വേണ്ടി മാത്രം നടത്തുന്ന ഒരു സ്പെഷ്യൽ മത്സരമാണ്. നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന കമ്പി കഷ്ണം കൊണ്ട് ആദ്യം പൂട്ട് തുറക്കുന്ന ആൾക്ക് എന്റെ വക ഒരു സമ്മാനം. വെരി ഗുഡ്. എല്ലാവർക്കും മനസ്സിലായല്ലോ? അപ്പൊ എല്ലാരും പൂട്ടും കമ്പി കയ്യിലെടുത്തോളൂ. എടുത്തോളൂ. റെഡി സ്റ്റാർട്ട്. ആദ്യം തുറക്കുന്ന ആൾക്ക് മാത്രമായിരിക്കും സമ്മാനം. കോൺസെൻട്രേഷൻ പോകും. തുറക്ക്. ആദ്യം തുറക്കുന്ന ആൾക്കായിരിക്കും ഉജ്ജ്വലമായ സമ്മാനം ലഭിക്കുന്നത്. ഞാൻ തുറന്നു. എവിടെ? കൊള്ളാം, മിടുക്കൻ. താങ്ക് യു സാർ. ഇനി ഞാനൊരു സത്യം പറയാം. കഴിഞ്ഞ ആഴ്ച ഇവിടുത്തെ സ്റ്റോർ റൂം കുത്തി തുറന്നത് ആരാണെന്ന് അറിയാൻ ഞാൻ നടത്തിയ ഒരു അന്വേഷണമായിരുന്നു ഇത്. മത്സരമല്ലെങ്കിലും ഇവനുള്ള ട്രോഫി ഞാനിപ്പോ കൊടുക്കാൻ പോവാ. നീ ഏത്തപ്പഴം കട്ടുതില്ലടാ. ഒന്ന് നിന്നെ. എങ്ങനെയുണ്ട് ട്രോഫി? ഇതൊരുമാതിരി മറ്റേടത്തെ എവറോളി ട്രോഫി ആയി പോയി. ഇത് തിരിച്ചു തരണ്ടോ? കുറച്ച് കഴിയുമ്പോഴേ ഈ ചാക്കെല്ലാം ചുമന്ന് വണ്ടി കയറ്റാനുള്ളതാ. ഇതാ പുറത്ത് കൃഷി ചെയ്യാനുള്ള ചേനയുടെയും ചെമ്പിന്റെ വിത്ത. എടാ, എന്റെ ചാക്ക് നീ തന്നെ ചുമക്കണം. അല്ലെങ്കിൽ അകത്ത് ആളുണ്ടെന്ന് മനസ്സിലാവും. വേഗം ആട്ടെ. അതെ, പറഞ്ഞ പോലെ നീ എന്റെ വീട്ടിൽ കാശെത്തിക്കണോട്ടാ. ആണ്, നിന്റെ അച്ഛന് കൊടുക്കാനുള്ള 2000 രൂപയും ഒരു ബ്രാൻഡിയും മൂക്കിപ്പൊടിയല്ലേ, അത് ഞാൻ ഏറ്റുവന്ന്. അതുകൊണ്ടാ ഞാനിപ്പോ കൂട്ടിക്കണത്. വേഗം ആട്ടുന്നു. ഇതൊക്കെ നിൽക്കട്ടെ. അടി കൂട്ടി അങ്ങോട്ട് ഇളകടാ. ജയിലിനക്കരെ പോണോരെ ചക്കി കേറി. ഇങ്ങോട്ടോ. അയ്യോ, അവിടെ ഇറക്കി വെക്ക്. സാറ് അവിടെ വെക്കല്ലാം. ഇറക്കി വെക്ക്. നിനക്ക് ഇവിടെ അല്ലല്ലോടെ ഡ്യൂട്ടി. പിന്നെന്താ ഇവിടെ കിടന്ന് കറങ്ങുന്നേ? അല്ല സാറേ, ഈ ചാക്കൊക്കെ പുറത്തെ വണ്ടിയിൽ കൊണ്ടുവെക്കണമെന്ന് പറഞ്ഞു. ഈ ടാങ്കിൽ ഗോമൂത്രവും ചാണകവും കൂടെ കലക്കിയ ജൈവവളാ. ചാക്കെല്ലാം അതിനകത്ത് ഒരു ദിവസം മുക്കി വെച്ചിട്ട് നാളെ കൊണ്ടുപോയാൽ മതി. എല്ലാം കൂടെ ഇതിനകത്തോട്ട് പറഞ്ഞ നിന്റെ മോളെ ഇപ്പൊ കിള്ളൂടാ. മെല്ലെ അതിലെടുത്തിട്ട്. അല്ല, ഇതിപ്പോ എന്താണ് ഇത്? നിന്ന് വട്ടം ചവിട്ടാ മാറി അതിലെടുത്തിട്ട്. ഈശ്വര, ഈ ആത്മാവിന് കൂട്ടായിരിക്കണേ. അയ്യോ, എന്തത്? ഈശ്വര, വെള്ളത്തിൽ ഓക്സിജൻ ഉണ്ടായിരിക്കണേ. എന്തോ രാസപ്രവർത്തനമാണെന്ന് തോന്നുന്നില്ല. രാസപ്രവർത്തനമല്ല സാർ, രാഘവന്റെ പ്രവർത്തനമാണ്. രാഘവനാ? ഉടനെ കെട്ടഴിച്ചില്ലെങ്കിൽ ചത്തുപോകും സാർ. അയ്യോ, ജൈവോളം. എനിക്ക് നീന്തൽ അറിഞ്ഞുകൂടാ സാറേ. എനിക്ക് നീന്തൽ അറിഞ്ഞൂടാ. കഷ്ടകാലത്തിന് കുടുക്കു വീണേക്കണം. ഇങ്ങോട്ട് നോക്കിയേ. രക്ഷപ്പെടാൻ നോക്കുന്നുണ്ടോ റാസ്കൽ? പറയടാ, വേറെ ആരെങ്കിലും ചാടാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? സൂണനും ചാടാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് സാർ. അവൻ രക്ഷപ്പെടാൻ അനുവദിക്കരുത് സാർ. സാറേ, അവൻ ചത്തു. ജൈവവളമല്ല, അവന്റെ മുടി നന്നായിട്ട് വളർന്നോട്ടെ. അടുത്തത് ചെസ് നമ്പർ 66 സുഗുണൻ. സാറേ, അവൻ മതിലിയാടാൻ പോകണം. നിങ്ങളൊക്കെ ആരാ?
അതിപ്പം മനസ്സിലാക്കി തരാടാ. ബ്രോ ഗുഡ് ക്യാച്ച്. അതേടാ ബ്രോ, ഗുഡ് ക്യാച്ച്. ചുരുളി എടുക്കണോനെ. ഇതിനാണോ പോലീസ് വലവരിച്ചെന്നുള്ള നല്ല വേദനയുണ്ടല്ലേ? എല്ലാ കാര്യമുണ്ടോ? എന്തേടാ, എന്തേ പറ്റി? ഒരു വീഡിയോ ഫിലിമിൽ അഭിനയിക്കാൻ പോയതാ. ഇടിച്ചു മൂക്കിന്റെ പാലം തകർച്ചു. ജയിലാശുപത്രിയിൽ പുതുക്കി പണിയാൻ കൊണ്ടുപോവാ. ഈ പാലം പൊളിച്ചതാരാ? സൂപ്രണ്ട് ഉണ്ണിക്കുട്ടൻ. കോരങ്ങന്റെ പൂമാല കിട്ടിയ പോലെയാ സംഭവങ്ങള്. തലയ്ക്ക് സ്ഥിരയില്ലാത്തതിനൊക്കെ പിടിച്ച് സൂപ്രണ്ട് ആക്കിയാലേ ഇങ്ങനെ ഇരിക്കും. പിടിച്ചോ, ഇത് പിടിച്ചോ. പോട്ടെ. എന്റെ സെൻട്രൽ ഭഗവതി, ജയിൽ ഭഗവാനെ, പെട്ടെന്ന് എനിക്ക് തിരിച്ചു വരാൻ സാധിച്ചേക്കണേ. നല്ല മാനവ മര്യാദ ഉള്ള കേസുകൾ ഒത്തുകിട്ടണേ. വരട്ടേട്ടാ, വരാണ്ട് നോക്കടാ. അയ്യോ, കരുനാക്കൊണ്ടൊന്നും പറയല്ലേ. ഇതെന്ത് പോക്ക ഉണ്ണിക്കുട്ടാ? നീ ഇവിടെ ഇല്ലെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല നിനക്ക് അറിഞ്ഞൂടെ? ഹൈ, ഞാനിപ്പോ തന്നെ ഇങ്ങോട്ട് വരില്ലേ? കുറച്ചു ദിവസം വീട്ടിലിരുന്ന് ബോറടിക്കുമ്പോ നമ്മള് പുറത്തൊക്കെ ഇറങ്ങിട്ട് വരൂലേ? അങ്ങനെ കണ്ടാ മതി. ഇനി വരുമ്പോഴേ എങ്ങനെയാലും ഒരു ജീവപര്യന്തം സംഘടിപ്പിച്ചോണ്ട് വരണം. അതാവുമ്പോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുറത്തു പോകണ്ടല്ലോ. ഏയ്, ബലാത്സംഗം കൊലപാതകമൊന്നും ഞാൻ ഏറ്റെടുക്കില്ല. താല്പര്യമില്ല? മിടുക്കൻ. ബലാത്സംഗം വേണമെങ്കിൽ ഞാൻ ചെയ്തോളാം, നീ ഏറ്റെടുത്താ മതി. അങ്ങനെയാണെങ്കിൽ ഞാനും കൂടാ. പോടോ. നിനക്കൊക്കെ എന്തിന്റെ കേടാ? അവൻ കുറച്ചാളെങ്കിലും ശുദ്ധമായി ശ്വസിക്കട്ടെ. പിന്നെ ഇവിടുത്തെ വായുവിന് എന്തോ കുഴപ്പം? ഇവിടുത്തെ ബെസ്റ്റ് വായു അല്ലേ? ബെസ്റ്റ് ഹൈഡ്രജൻ. സംസാരിച്ച കണ്ട സാധനങ്ങളർക്ക് ഞാനിവിടെ സഹായിക്കാം. ഇട്. അങ്ങനെ നല്ല കാര്യം പറ. ഞാനില്ലാന്ന് വിചാരിച്ച കിച്ചണിലാരും ഉഴപ്പരുതിട്ടോ. എല്ലാം നേരവണ്ണം ഉണ്ടാക്കി കൊടുക്കണം. ഉണ്ണിക്കുട്ടാ, ഓ, പിന്നെ ഞാൻ പറഞ്ഞ കാര്യം മറക്കരുതേ. അമ്മയ്ക്ക് കുഴമ്പ് കഷായല്ലേ? എല്ലാം ഓർമ്മയുണ്ട്. കറക്റ്റായിട്ട് എത്തിച്ചാ പോലെ. അതല്ല, തള്ളക്ക് പെൻഷൻ വന്നു. വന്നെങ്കിൽ അതിങ്ങ് വാങ്ങിച്ചോണ്ട് പറഞ്ഞേ. ഓക്കെ. ഈ കൊലയൊക്കെ ഇറക്കുമ്പോഴേ കാണുന്നുള്ളൂ. ഇതേവരെയായിട്ടൊരു പഴംപൊരി പോലും കിട്ടിയിട്ടില്ല. ഇതൊക്കെ ഏത് കോട്ടയത്തിലേക്കാണോ പോകുന്നത്? സാറുമാര് കേക്കണ്ടട്ടാ. ഇത് കണ്ടുപിടിക്കാൻ കഴിയുണ്ടെങ്കിൽ നമ്മുടെ പോലീസായി. നിങ്ങൾ രണ്ടാളൂടി ചാക്കുകളൊക്കെ എടുത്ത് വെച്ചേ. അത് ശരിയാ. അത് ശരിയാണല്ലോ. ചിരിച്ചോണ്ട് കഥ പഴക്കൊല്ലം ഇങ്ങോട്ട് തന്നെ. എനിക്ക് പോയിട്ട് വേഗം വരണ്ടാണ്. പിടിച്ചോ. ഇടേ നിക്കാഹിന് പോകുന്ന കാര്യം മറക്കല്ലേ. മറക്കേ, നല്ല കാര്യേ. കാതിർക്കയുടെ പേരിൽ ഞാൻ അവൾക്കൊരു സമ്മാനവും വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. പടച്ചോൻ കാക്കട്ടെ നിന്നെ. കൊച്ചിനെ ആട്ടുന്ന പോലെ അല്ലേ? നല്ല ഇങ്ങോട്ട് ഇട്ട്. ആ മത്തങ്ങയൊക്കെ ഇങ്ങോട്ട് എടുത്തിടാൻ. സാറേ, വളരെ ഉപകാരം. സസ്പെൻഷൻ പിൻവലിച്ചു. അതെ, ഇപ്പൊ ഐശ്വര്യമായിട്ട് ഡ്യൂട്ടിക്ക് കയറാൻ പോവാ. ഓ ശരി, ഞാൻ വന്ന് കണ്ടോളാം. ശരി. ഇവനെ ഇന്ന് ഞാൻ അയ്യോ, സാറ് വീണ്. മത്തങ്ങ കൊണ്ടാ വീണ്. അയ്യോ, സാറ് വടിയാന്നോ? മൂക്കിന്ന് കാറ്റ് വരുന്നുണ്ട്. ഇത് മുടിഞ്ഞ വെയിറ്റടത്. ഇപ്പോഴല്ലേ ഏത്തക്കാ പോകുന്ന വഴി മനസ്സിലായത്. ശരിയാണ്. പിടി. അഥവാ വടിയാകുകയാണെങ്കിൽ അന്ന് നമുക്ക് അവധി കാണൂടാ. വേഗം പൊക്കോ, അല്ലെങ്കിൽ പച്ചക്കറിയുടെ കാശിങ് കൊടുക്കേണ്ടി വരും. പാവം, സസ്പെൻഷൻ കഴിഞ്ഞപ്പോ സിക്ക് ലീവായി. ഇവിടുത്തെ ആളുകളൊക്കെ ഒരു പണിക്കും പോണ്ട് ഇങ്ങനെ കറങ്ങിടക്കാം. ഇവർക്കൊക്കെ ജയിലിൽ വന്ന് കിടന്നൂടെ? എന്നിട്ട് എന്തിനാ? നമുക്കൊരു ഉഷാറായനെ. എത്തിയോ? എത്ര നാളുണ്ടാവും ഇവിടെ? ഒന്നും തീരുമാനിച്ചിട്ടില്ല. ബോറടിക്കുമ്പോ പോവും. താക്കോല് അല്ല, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ രമണിയുടെ വീട്ടിൽ വെച്ചങ്ങനെ മറന്നോ? ആകെ പൊടിയും വലയും പിടിച്ച് കിടക്കുകയായിരിക്കും. എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് ഇട്ടുകൂടായിരുന്നോ? ഇല്ല, എനിക്ക് അതല്ലയോ പണി. ഈ പൊടി മുഴുവൻ അടിച്ചു വരട്ട് ഉണങ്ങി ഇതിനകത്ത് കിടക്കാൻ. നിനക്ക് ആ വീട് നന്നാക്കിട്ട് അവിടെ താമസിച്ചൂടെ? അതിന് എന്റെ ഇല എവിടെന്നാ കാശ്? എനിക്ക് വല്ലപ്പോഴും കയറി കിടക്കാൻ അച്ഛൻ ഉണ്ടാക്കിയ കടയില്ലേ? ഇതിലും ഭേദം ജയിലിൽ കിടക്കുന്നതാ. പോലീസുകാരൊക്കെ പുണ്യാളന്മാരായടാ. എടാ പാഞ്ചി, നിനക്ക് പെറ്റീഷൻ എഴുതാൻ അറിയോ? പിന്നെ അപ്പനെതിരെ എത്ര പെറ്റീഷൻ എഴുതിക്കുന്നു? എന്നാ എനിക്കെതിരെ ഒരു പെറ്റീഷൻ എഴുതോ? എന്തിനാടാ? നിന്നെ ഞാൻ തല്ലി ആശുപത്രിയിലാക്കി പറഞ്ഞു. ഇനിയിപ്പോ ഞാൻ ആശുപത്രിയിലല്ലോ. ആവാൻ പോവല്ലേ? എനിക്കൊരു കാരണം വേണോടാ. ഇവിടെ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഭ്രാന്ത് പിടിക്കും. ഇവന് തലയ്ക്ക് ഓളാം. ഒന്നകത്തവൻ എന്താ ചെയ്യാ? അത് കണ്ട, അവന്റെ ദേഹത്തോട്ട് കേറിക്കോ. ഈ നാട്ടിലെ ഏറ്റവും വലിയ മര്യാദക്കാരന്. അവൻ കേസ് കൊടുത്തോളൂ. ഓ, കേസ് വരുന്ന വരവ് കണ്ട. അത് കാലിന് ബലമില്ലാത്ത ആളല്ലേ? അപ്പൊ കേസ് ബലാവില്ലേ? 2 കേസല്ലേ? ഒന്ന് വെറുതെ പോയ ഒരാളെ തല്ലി, 2 വൈകല്യം ഉള്ള ഒരാളെ തല്ലി. നീ ഈ കേസിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ അവന്റെ കാല് പിടിക്കണം. കറക്റ്റാട്ടാ. ദൈവം ഏതൊക്കെ രൂപത്തിലാണ് വിടുന്നത്? സാക്ഷി നോളോട്ടാ. പിന്നെന്താ?
ഒരു പണിക്കും പോകാത്ത നീ പണിക്ക് കൊണ്ട് നടക്കുവല്ലടാ. ഞാൻ പണിക്ക് പോണേട്ടാ. ഇടയ്ക്ക് പോവും. അത് ശരി. ഞങ്ങളൊക്കെ ഇവിടെ പണിയിലായിട്ട് തെണ്ടി തിരിഞ്ഞ് നടക്കുമ്പോ നീ പണിക്ക് പോകല. 5 വർഷം നീ വരില്ല. എന്തായിട്ടൊരു കാര്യമുണ്ട് തല്ലുന്നത്? നീ കൊണ്ട് കേസ് കൊടുക്കണ പോലീസ് സ്റ്റേഷനിൽ ഉണ്ണിക്കുട്ടൻ തല്ലിയെന്നും പറഞ്ഞ്. ഓ അതാണാ കാര്യം. ഈ കേസ് ഞാൻ ഇപ്പൊ തീർത്തരാം. ഇത് കാലിന്റെയാണോ? കേസ് എനിക്ക് കേസില്ല. എനിക്ക് കേസില്ല. ചെരിപ്പിടിക്കണ പട്ടി. എനിക്ക് 2 ഉണ്ട്. ഇനി ഇത് വിട്ടേക്കാം. വേണ്ട വേണ്ടെന്ന് ചേട്ടനെന്താ പണി? പിള്ളേരെ പഠിപ്പിക്കില്ല. കളരിയാശാന. അയ്യോ ഇടപെടാൻ നന്നായി. ഉണ്ണിക്കുട്ട നീ പന്നി. അയ്യോ ഇവിടെ ഇടിച്ച് കാല് പൊട്ടിയതാ. ഞാനൊക്കെ ചേട്ടൻ മാത്രം ഞൊണ്ടിപ്പോ പൊയ്ക്കോ. ഇവനാണോടാ നീ മര്യാദക്കാരെന്ന് പറഞ്ഞേ? ആടാ അവൻ മര്യാദക്കാരനുണ്ടല്ലോ നിന്നെ കൊല്ലാണ്ട് വിട്ടത്. പോഞ്ചി